ഉമ്മമാര് പാരമ്പര്യമായിട്ട് കൈമാറി വരുന്ന ഒരു പറച്ചിലാണ്, കണ്ണുള്ളപ്പം നിനക്ക് കണ്ണിൻ്റെ വില മനസ്സിലാവില്ല എന്നത് പാരമ്പര്യമായിട്ട് കൈമാറി വരുന്നതാ. പക്ഷേ അത് നമ്മൾ എപ്പോഴെങ്കിലും റിയാലിറ്റിയിൽ എടുക്കാറുണ്ടോ? ഒരിക്കലും റിയാലിറ്റിയിൽ എടുക്കാറില്ല. പക്ഷെ ഞാൻ കണ്ടു, 17-ാം വയസ്സിൽ ഞാൻ കണ്ടു, എൻ്റെ ഉമ്മ കാലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സെൻറ്റൻസ് തന്നെയായിരുന്നു ഇതും. 17-ാം വയസ്സിൽ ഉമ്മ മരിച്ചപ്പോഴാണ് അത് റിയാലിറ്റിയിൽ ഞാൻ ആദ്യമായിട്ട് എടുക്കുന്നത്. കണ്ണുള്ളപ്പോൾ നിനക്ക് കണ്ണിൻ്റെ വില മനസ്സിലാവും. ബ്ലാങ്ക് വരുമ്പോഴേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? നമ്മളൊരു വിശ്വസിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിലേക്ക് ഒരു പ്രതിസന്ധി വരുമ്പോഴേ നമ്മളത്, ഇപ്പം ഞാൻ പറയുകയാണ്, നിങ്ങളെന്ത് ന എന്ന അക്ഷരം പറയുമ്പോൾ നിങ്ങളുടെ നാക്ക് മുകളിൽ മുട്ടൂല എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന 90% ആളുകൾ ഇപ്പം എന്ത് ചെയ്തിട്ടുണ്ടാവും? നാന്ന് പറഞ്ഞു നോക്കിയിട്ടുണ്ടാവും. മുട്ടുണ്ടല്ലോ, പിന്നെന്താ ഇയാളില്ല എന്ന് പറയണോ എന്നുള്ള ലെവലിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അനുഭവത്തിൽ മുട്ടെന്ന് തെളിഞ്ഞപ്പോഴാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? നിങ്ങൾ വിശ്വസിക്കുന്നത്. എന്ന പോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും. നമ്മൾ നമ്മുടെ ജീവിതത്തിലൊന്നും ഇതൊന്നും വരില്ല. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? ബൈക്ക് ഓടിച്ച് ആക്സിഡൻ്റ് ആയൊരു വാർത്ത കണ്ടു. ആ വാർത്ത കാണുമ്പോഴും ബൈക്ക് ഓടിക്കുന്ന ഒരാൾ ചിന്തിക്കുന്ന എന്താ? അതിന് ഞാൻ അങ്ങനെ കെയർലെസ് ആയിട്ടൊന്നല്ല ഓടിക്കുന്നത്, കെയർലെസ് ആയിട്ട് ഓടിച്ചത് കൊണ്ടാണ് എന്ത് ചെയ്തത്? അവിടെ ആക്സിഡൻറ്റ് സംഭവിച്ചത്. ഞാനതിന് അങ്ങനെ ഓടിക്കുന്ന ആളല്ല.